AD 70 യേശുക്രിസ്തുവിന് ശേഷം 70 കൊല്ലം കഴിഞ്ഞു. ജൂതന്മാർ ഫലസ്തീനിൽ ആരാധിക്കുന്ന സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞു. ടൈറ്റസ് റോമക്കാരനായിരുന്നു. റോമക്കാരനായ ടൈറ്റസ് ആണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണ് എന്നവർ വിശ്വസിക്കുന്ന ആരാധനകളുടെ കേന്ദ്രമായ സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞത്. AD 138 ഹഡ്രിയാൻ എന്ന രാജാവ് കൊന്നുതള്ളിയത് 4 ലക്ഷം ജൂതന്മാരെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിറ്റ്ലർ വരെയുള്ള ആളുകൾ ജൂതന്മാരെ കൊന്നുതള്ളി. കാരണം ആദർശപരമായി, ആശയപരമായി, വിശ്വാസപരമായി അവർ തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായത്. അവിടെയൊന്നും ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ നീതിയുടെ പാഠം അവിടെയാണ് വായിക്കേണ്ടത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത് 638 AD-യിലാണ്. അന്ന് മഹാനവറുകൾ നേരിട്ടാണ് ജെറൂസലമിലേക്ക് ചെന്നത്. അവരെ കാത്തിരുന്നതോ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും, മജൂസികളിലും, ക്രൈസ്തവരിലും, ജൂതന്മാരിലും എല്ലാം പെട്ട ആളുകൾ മഹാനവറുകളെ കാത്തിരുന്നു. ഖലീഫ, നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാത്തിരുന്നത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളാണ്. കാരണം അവർക്കറിയാം വരുന്നയാൾ ഇസ്ലാമിന്റെ നേതൃത്വമാണ്. മുസ്ലിമീങ്ങൾ ഇവിടെ വർഗീയതയുണ്ടാക്കുന്നവരല്ല, ചിത്രതയുണ്ടാക്കുന്നവരല്ല, ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരല്ല. ഞങ്ങളെ പകുത്തുവെച്ചവര് വർത്തമാനം പറയില്ല. അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരുന്നു. ഖലീഫ, ഞങ്ങൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ചു തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം. എല്ലാ മതവിഭാഗങ്ങളും കാത്തിരുന്നപ്പോ ജെറൂസലമിലേക്ക് വന്നു ചേർന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കങ്ങനെയാണ് ആകാൻ കഴിയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ വെച്ചിട്ടൊരു കരാർ എഴുതി നഫ്രാസിസ് പാതിരി. ആ കരാർ എന്തായിരുന്നു എന്നറിയോ? നഫ്രാസിസ് പാതിരി എഴുതിയ കരാർ, ഓ ഉമറേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ള ജെറുസലമിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവസരം നൽകാൻ പാടില്ല. അവരെ ഇങ്ങോട്ട് നിങ്ങൾ പ്രവേശിപ്പിക്കല്ല. ആ ഒരു കരാർ ഞങ്ങൾക്ക് എഴുതി തരുമോ? നഫ്രാസിസ് പാതിരിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൂടി എഴുതിയ കരാർ ഇന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് മസ്ജിദ് ഉമറിന്റെ മുന്നിൽ. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു കരാറാണത്. എന്താണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ് ചർച്ച് ഓഫ് ഇൻഫിനിറ്റി. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം. അവിടെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും പഴക്കമേറിയതുമായ പലതും ഉള്ളത്. അതിന്റെ ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. ഇന്നും അവിടെ മുസ്ലിം പാറാവുകാരുണ്ട്. മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. പക്ഷെ ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പറ്റൂല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മതവിഭാഗത്തിനെതിരെ തീരുമാനം എടുക്കാനൊന്നും എനിക്ക് പറ്റൂല. അവർക്ക് ആരാധിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഫലസ്തീനിലേക്ക് വരാം. അവരെ ഞാൻ തടയൂല. പക്ഷെ അവർ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ദേവാലയത്തിനൊന്നും പറ്റില്ല. ഖലീഫ ഉമറിന്റെ പാറാവുകാരൻ യേശുക്രിസ്തു ജനിച്ച സ്ഥലത്തിന് കാവലുണ്ടാവും. ധൈര്യമായിട്ട് അയാൾ അവിടെ കാവലുണ്ടാവും. നിങ്ങളുടെ ഒരു ആരാധനാലയത്തിനും ഒരു കേടുണ്ടാവില്ല. ഒരാളുടെയും ആരാധനാലയത്തിനോ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ തടസ്സം ഉണ്ടാവില്ല പറയുകയായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഇസ്ലാമി നീതിയുടെ പാഠമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒരാളിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈകടത്തില്ല. ഒരാളിന്റെയും ആരാധനകൾക്ക് ഞങ്ങൾ വിലങ്ങ് തടിയാവില്ല. നമ്മുടെ ഖലീഫമാരായ മുൻഗാമികളുടെ ജീവിതപാടാണ്. അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ. അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കരാറിനെ നേർപ്പിച്ചെഴുതി. 458 കൊല്ലക്കാലം ജൂതന്മാരായ ആളുകൾ ജെറുസലേമിൽ സ്വൈരവിഹാരം നടത്തിയത് ആ കരാറിന്റെ ബലത്തിലാണെന്ന് ചരിത്രം പറയുകയാണ്.